നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെയും എൻ്റെ ഗ്രൂപ്പിൻ്റെയും അഭിനന്ദനങ്ങളും ആശംസകളും. മിനിയാന്ന് നമ്മൾ പറഞ്ഞിരുന്നു, ജപ്പാനിലെ ആ സ്ത്രീയുടെ പ്രവചനത്തിന് വലിയ അർത്ഥമില്ലായിരുന്നു, ഒന്നും തന്നെ സംഭവിക്കാൻ സാധ്യതയില്ലെന്ന് തന്നെയാണ് നമ്മൾ മുൻകൂർ പറഞ്ഞത്. ഇപ്പോൾ അതേക്കുറിച്ച് വ്യാഖ്യാനം പറഞ്ഞ് രണ്ട് കാര്യം. ഒന്ന്, ടെക്സാസിലൊരു വെള്ളപ്പൊക്കം, ഇപ്പോൾ ജപ്പാനിലെന്തോ ഭൂകമ്പ പ്രതീതി ഉണ്ടെന്നുള്ള മുന്നറിയിപ്പ് കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. എന്തുവാട്ടെ, ഞങ്ങൾ ഇത് പറഞ്ഞൊരു ഉദ്ദേശിച്ചാൽ, എനിക്ക് താടിയില്ല, വട്ടത്താടിയില്ല, മൂട്ടിയെടുത്ത് ഉണ്ടില്ല, പിന്നെ നമസ്കാരത്തഴമ്പില്ല, ഉടവേറില്ല, ഇതൊക്കെ ശരിയാണ്. പക്ഷേ എങ്കിലും അതെല്ലാം തെറ്റെന്ന് പറയാൻ പറ്റില്ല. മുസ്ലിം സമുദായത്തിലെ പഴയ രീതി വെച്ച് നോക്കുമ്പോൾ അതല്ല, അതൊക്കെ ആയിക്കോട്ടെ, നല്ലതാണ്. ആനക്ക് വാല് അലങ്കാരം പോലെ നല്ലതാണ്. പക്ഷെ അതിനുള്ളിൽ നമ്മുടെ ശരീരത്തിൽ മനസ്സെന്നൊരു അവസ്ഥാന്തരമുണ്ട്. അതെവിടെയാണെന്ന് ഇതുവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല. അത് ദൈവത്തിൻ്റെ റഡാറാണ്. ദൈവം നോക്കുന്ന മനസ്സിലേക്കാണ്. അവൻ ആ മനസ്സ് എങ്ങനെയാണ് എന്നെ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നുണ്ടോ, അത് കാപട്യമുള്ള തഴമ്പൊക്കെ ഉണ്ടായിക്കോട്ടെ, തെറ്റെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അതുകൊണ്ട് മാത്രം രക്ഷപ്പെടില്ല. പക്ഷെ അങ്ങനെയുള്ളൊരു ഒരു മുസ്ലിമാണ് ഞാൻ. രണ്ട് കാര്യം ഞാൻ പറയും. ഒന്ന്, ലോകത്തിൽ വെച്ച് എന്നേക്കാൾ താഴെ ഒരാളില്ലെന്നുള്ള ചിന്താഗതിയാണ്. ലോകത്തിൽ വെച്ച് എന്നേക്കാൾ താഴെ ഒരു മനുഷ്യൻ ഇല്ലെന്നുള്ള ചിന്താഗതിയാണ്. മറ്റു ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ പാവി ഞാനാണെന്ന് ചിന്ത. ഈ രണ്ട് ചിന്തയുണ്ട്. ശരിയോ തെറ്റ് നിങ്ങൾ തീരുമാനിച്ചോ. ഇത് പറയാൻ കാരണം, അപ്പോൾ ഖുർആനും ഹദീസും എന്നൊക്കെ ഏതാണ്ട് സത്യമാണ്, ദൈവവചനമാണ്. അല്ല, ദൈവപുത്രൻ്റെ വചനമല്ല, അല്ലെങ്കിൽ രാജാവിൻ്റെ മകൻ്റെ വചനമല്ല. അത് പറയുന്നു, അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹുവിനെയും വിട്ടിട്ടില്ല എന്ന്. അവരൊറ്റ വാക്ക്. 200 കോടിയോളം മുസ്ലിങ്ങളുണ്ട് ലോകത്ത്. 200 കോടി മുസ്ലിം ഉണ്ടായിട്ടും എൻ്റെ ആ ഈമാൻ ഉൾക്കൊണ്ടുകൊണ്ട് പൂർണ്ണമായിട്ടും അള്ളാഹുവിൽ ഭാരമേൽപ്പിച്ചുകൊണ്ട് അങ്ങനെ സംഭവിക്കില്ല, അങ്ങനെ പറയുന്നത് ശരിയല്ല എന്ന് പറയാൻ ആരും ധൈര്യം കാണിച്ചില്ല. അവിടെയാണ് ആ ഈമാൻ്റെ പ്രത്യേകത. അപ്പോൾ പറയുമ്പോൾ ടെക്സാസിൽ വെള്ളപ്പൊക്കം ഉണ്ടായി, 25 പേരെ മറ്റേ കാണാതായി, 10-25 പെൺകുട്ടികൾ കാണാതായി. നമുക്കെല്ലാം ദുഃഖമുണ്ട്. ഒരു കുഞ്ഞിൽ ഒരു ഉറുമ്പിൻ്റെ ജീവൻ പോകുന്നത് നമുക്ക് സന്തോഷമുള്ള കാര്യമല്ല. ഒരാൾ മനസ്സുകൊണ്ട് പോലും ദുഃഖിക്കുന്നത് നമുക്ക് ഇഷ്ടമല്ല. പക്ഷേ 25 പെൺകുട്ടികൾ കാണാതാകുകയും 10-30 പേരും ടെക്സാസിൽ മരിച്ചപ്പോൾ ലോകത്തിനും വലിയ അമേരിക്കൻ എന്തൊരു വിഷമമുണ്ടായി. അങ്ങനെയെങ്കിൽ അത് പ്രകൃതി കോപമാണ്, പ്രകൃതി ദുരന്തമാണ്, അത് നമ്മളുണ്ടാക്കുന്നില്ല. അപ്പോൾ ആ പ്രകൃതി ദുരന്തത്തിൽ വെറും കേവലം 25 പെൺകുട്ടികൾ കാണാവുകയും 10-35 പേര് മരിക്കുകയും ചെയ്തപ്പോൾ നമുക്കെല്ലാം വലിയ സങ്കടമുണ്ട്. അത് തെറ്റുമില്ല. അങ്ങനെയെങ്കിൽ കൊല്ലാൻ വേണ്ടി മാത്രം ഗസയിലെ 15,000, 20,000, 30,000 കുഞ്ഞുമക്കളെ, 2 വയസ്സ് താഴെ കുഞ്ഞുമക്കളെ കൊന്നതിൻ്റെ നീതി എന്താണ് സാർ? പറയൂ ലോകമേ, മാനവകുലമേ, പറയൂ, എന്ത് നീതിയാണ്? അതെന്തായാലും വേണ്ടാത്തത്. യുദ്ധം ചെയ്തോ, നിങ്ങൾ കൊന്നോ, അത് വിഷയമല്ല. യുദ്ധത്തിൽ പോയാൽ കൊല്ലും, അല്ലെങ്കിൽ മരിക്കും, അല്ലെങ്കിൽ കൊല്ലും, അത് സ്വാഭാവികമാണ്. നിങ്ങൾ ഗസയിൽ ഹമാസിലേക്ക് കൊല്ലൂ, അതൊന്നും വിഷയമല്ല. ഈ കുഞ്ഞു മക്കളെ കൊല്ലുമെന്ന് പൂർണ്ണ ബോധ്യമുണ്ടായിട്ട്, പൂർണ്ണ ബോധ്യമുണ്ട്. നമ്മളല്ല വണ്ടി ഓടിച്ച് പോകുമ്പോൾ അറിയാതെ ഒരാൾ മരിക്കുമ്പോഴല്ല, ഇത് കൊല്ലാൻ തന്നെയാണെന്ന് പൂർണ്ണ ബോധ്യമായിട്ട് അതിൽ കുഞ്ഞുമക്കളുടെ മനസ്സിലാക്കിയിട്ട് എന്ത് അത് ചെയ്തിട്ട് അത് കണ്ട് ആസ്വദിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഭാരം തന്നെയാണ്. അത് മുന്നോട്ട് പോകണം, അതിലൊരു സംശയമൊന്നുമില്ല. ഞാൻ ഇന്നലെ പറയാത്തതിന് കാരണം, ഇപ്പോൾ ഈ ഗ്രാമറ്റിക്കൽ മിസ്റ്റേക്ക് അതും മാറ്റിവെക്കാം. ആ ജപ്പാനിലെ സ്ത്രീയുടെ പ്രവചനം ഉണ്ടായത് അപകടം ഉണ്ടാവുന്നതാണ്. അത് 4/18 5-ാം തീയതി ശനിയാഴ്ച. ഞാൻ പറഞ്ഞത് വെള്ളിയാഴ്ച വൈകിട്ട് 8 മണിക്കാണ്. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ ഈ അവർ ഹെഡ് മാസ്റ്റർ ഗോ എറണാകുളത്ത് പണ്ടൊരു പ്യൂൺ പറഞ്ഞ്, അവർ ഹെഡ് മാസ്റ്റർ ഗോ എറണാകുളത്ത് ഗ്രാമറ്റിക്കൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും ആശയം മനസ്സിലാവുമല്ലോ. എന്താണ്, ഞങ്ങളുടെ ഹെഡ് മാസ്റ്റർ എറണാകുളത്ത് പോയിക്കാന്ന്. അതുപോലെ ആ പറഞ്ഞ സ്ത്രീയുടെ ഡേറ്റോ കാര്യങ്ങൾക്ക് മാറട്ടെ, അത് സ്വാഭാവികമായിട്ടുമല്ല, എന്നാലും വല്ലതുകൊണ്ട് അറിയാൻ വേണ്ടി ഇന്നൊരു കാത്തിരുന്നത്, ഇതൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഈമാൻ പൂർണ്ണമാകണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. മറ്റൊരു കാര്യം,
മുഹറം മാസം 9, നാളെ 10 അപ്പോൾ നാളെയാണ് മുഹറം 10 ഒരു വിഭാഗം മുസ്ലിങ്ങൾ അത് ആഘോഷിക്കുന്നത്, അല്ലെങ്കിൽ അതിനെ അംഗീകരിക്കുന്നത്. അപ്പോൾ നാളെ അവധി കൊടുക്കുമെന്ന് വെച്ച് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് അത് പറ്റില്ല, മാത്രമല്ല ഞായറാഴ്ച ഇന്നത്തെ അവധി കൊണ്ട് അത് തീരുമാനിച്ചു. അപ്പോൾ ഒരു നിരന്തരമായ ഒരു പരിധി വരെ പരിധി കഴിഞ്ഞാൽ പരിധിക്കുള്ളിൽ ഇന്ത്യ ഗവൺമെൻറ്, കേരള ഗവൺമെൻറ്, ഏത് ഗവൺമെൻറ്റാണെങ്കിലും ഈ ഒരു സമുദായത്തോട് ചിറ്റമ്മ നയം കാണിക്കേണ്ടത്. ഇത് മാത്രമല്ല പല കാര്യങ്ങൾക്കും. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ക്രിസ്തുമസിന് 10 ദിവസത്തോളം അവധി കൊടുക്കുന്നു, ഓണത്തിന് 10 ദിവസം അവധി കൊടുക്കും. ഇവിടെ എത്ര ദിവസം അവധി കൊടുത്താലും ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു ഇഷ്ടക്കുറവില്ല കേട്ടോ, കാരണം അവർക്ക് ലീവ് കിട്ടുമല്ലോ. അതുകൊണ്ട് വോയിസ് ഓഫ് ഇന്ത്യൻ മുസ്ലിം എന്ന് പറഞ്ഞ സംഘടന ചെയർമാൻ കൂടിയാണ്. ആ വോയിസ് ഓഫ് ഇന്ത്യൻ മുസ്ലിം സംഘടനയുടെ ചെയർമാൻ എന്നതിൽ പറയണം, മൊയ്തീൻ ഷാ ഗ്രൂപ്പ് പറയണം, കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റിൽ നിന്നും ഞങ്ങൾ ഈ സമുദായം യാതൊരു അവധിയും ആവശ്യപ്പെടുന്നില്ല എന്ന് പറയണം. ഇത് ധൈര്യമായിട്ട് പറയാനോ പ്രഖ്യാപിക്കാനോ ഇന്ത്യയിലെ മറ്റ് ഇതര മുസ്ലിം സംഘടനകൾക്ക് സാധിക്കുമോ? സാധിക്കണമെങ്കിൽ അവർ വിജയിക്കും. എന്താണ് കാരണം? എന്തിനാണ് അവധി കൊടുക്കേണ്ട? ഇനി ആരും മുമ്പിൽ മുട്ടുമടക്കാനും വരുന്നില്ല. കാരണം ആകെ 4 ദിവസമാണ് അവധി. ഒന്ന് ചെറിയ പെരുന്നാൾ, വലിയ പെരുന്നാൾ, ഒന്ന് മുഹറം 10, ഒന്ന് പ്രവാചകൻ്റെ ജന്മദിനം. അത് 4 അവധിയാണ് മുസ്ലിങ്ങൾക്ക് സാധാരണ വെച്ചുള്ളത്. അതിൽ 2ഉം ഇതെല്ലാം തന്നെ നിലാവിനെ, അത് ചന്ദ്രനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ചന്ദ്രപക്കമാണ് കലണ്ടർ, ലൂണാർ കലണ്ടറാണ്, അല്ലാതെ സോളാർ കലണ്ടറാണ് ക്രിസ്തുമസ്. അതാണ് എന്നും 25-ാം തീയതി വരുന്നത്. മുസ്ലിങ്ങൾ മാറി വരുന്ന ഒരു ലൂണാർ കലണ്ടർ, ചന്ദ്രനെ ആസ്പദമാക്കിയാണ്. അപ്പോൾ ദിവസം വ്യത്യാസമുണ്ട്. അപ്പോൾ ആ ഒരു അവധിയും ഇനി സർക്കാർ ഈ സമുദായത്തിൽ, മുസ്ലിം സമുദായത്തിൽ വേണ്ട ഞങ്ങൾ ആത്മാർത്ഥമായി പറയണം. എന്തുകൊണ്ടാണെന്നറിയോ? സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക്, അധ്യാപകർക്ക് 15 ദിവസവും, അനധ്യാപകർക്ക് അല്ലെങ്കിൽ മറ്റു ജോലിക്കാർക്ക് 20 ദിവസം അവധിയുണ്ട് കൊല്ലത്തിൽ. അത് ശമ്പളത്തോടെ അവധിയാണ്. അപ്പോൾ അവർക്ക് 1, 2, 3 ദിവസം എടുക്കാമല്ലോ. എന്തിനാണ് പിന്നെ സർക്കാരിനെ ആശ്രയിച്ച് പോകുന്നത്? ഇനി 2 ദിവസം എടുക്കാം. ഇതിൽ 15 ദിവസം അധ്യാപകർക്ക് ഏൺ ലീവ് എന്നാണ്, ശമ്പളത്തോടുള്ള ലീവുണ്ട്. മറ്റുള്ളവർക്ക് 20 ദിവസം. അപ്പോൾ അതിൽ നിന്ന് എടുത്താൽ പോരെ? ഇപ്പം എന്തിനാണ് അവർ സർക്കാരിൻ്റെ ആനുകൂല്യം? ഇത് എല്ലാ വിഭാഗങ്ങൾക്കും ആവശ്യപ്പെടാം. വേണമെങ്കിൽ എല്ലാ വിഭാഗങ്ങൾക്കും ആവശ്യപ്പെടുകയാണെങ്കിൽ ഇതൊക്കെ മോസ്റ്റ് മോഡേൺ ഐഡിയോളജിയാണ്, ചിന്താഗതിയാണ്, തിങ്കിങ്ങാണ്. നിങ്ങൾ പറ്റുക ചിന്തിക്കുക, ഇഷ്ടമുണ്ടെങ്കിൽ നിർബന്ധമില്ല. കാരണം ഈ 10 ദിവസം അവധി കൊടുക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ആഘോഷിക്കേണ്ടവർക്ക് 15 ദിവസം അധ്യാപകർക്കാണെങ്കിൽ കൊടുക്കുന്ന സർക്കാർ 20 ദിവസം എല്ലാവരും കൊടുക്കേണ്ടത്. അപ്പോൾ അതിൽ നിന്ന് അവർക്ക് എടുക്കാം വേണമെങ്കിൽ. ഒരു അവധി കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ എങ്കിലും ഹിന്ദു സമുദായത്തിനും ക്രിസ്ത്യൻ സമുദായത്തിൽ കൊടുത്തത് നമ്മൾക്ക് പരാതിയില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരു അവധിയും സർക്കാർ വരുത്തരേണ്ട, ഔദാര്യം വേണ്ട, ആനുകൂല്യം വേണ്ട. ഞങ്ങൾ ആ ദിവസം അവധി എടുത്തോളാം, എന്തോ കുഴപ്പമില്ലല്ലോ. അപ്പം ആരെ മുമ്പിൽ മുട്ടോട്ട് ഏത് പ്രാവശ്യം വരുമ്പോഴും, നോമ്പ് കാലത്ത് വരുമ്പോഴും ഈ ഒരു തർക്കമാണ്. ഞങ്ങൾ മറ്റു ദിവസം വേണം, ഇന്നല്ല നാളെയാണ്. അതിന് അടിസ്ഥാനം പറഞ്ഞാൽ അത് എന്താണ്? ഈ ലൂണാർ കലണ്ടർ അടിസ്ഥാനമാക്കി എടുത്തുണ്ടാ. ക്രിസ്തുമസ് ലൂണാർ കലണ്ടർ, സോളാർ കലണ്ടർ, സൂര്യൻ അസ്തമിക്കുക. അതാണ് ദിവസം മാറില്ല. ഇംഗ്ലീഷ് കലണ്ടർ മാറില്ല, ഇത് മാറും. 4-5 ദിവസം വ്യത്യാസമുണ്ട് ഇംഗ്ലീഷും അറബിയായിട്ട്. അതൊക്കെയാണ് കാരണങ്ങൾ. അപ്പോൾ ദയവ് ചെയ്ത് മുസ്ലിം സമുദായത്തോട് ഞങ്ങളുടെ ഒരു റിക്വസ്റ്റാണ്, നിങ്ങൾ ഗവൺമെൻറ് ലെവലിൽ, കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റിൽ രേഖാമൂലം അറിയിക്കണം. എന്താണ്? ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള അവധി ദിവസങ്ങളൊന്നും അവധി കൊടുക്കണ്ട, മൊത്തത്തിൽ അവധി കൊടുക്കണ്ട. കാരണം ദിവസം മാറി വരുന്നു. ഈ സർക്കാർ ജോലി കൊടുത്ത് അവധി കൊടുക്കുന്നുണ്ട്. ആ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് അല്ലാത്തവർക്ക് എന്താ ഉള്ളത്? വേറൊന്നുമില്ലല്ലോ. ഇപ്പോൾ കച്ചവടക്കാർക്ക് ഇപ്പോൾ തുടങ്ങാം. സർക്കാർ ഉദ്യോഗസ്ഥരും ആർക്കാണ് ലീവും ഇതും ബാധകമാകുന്നത് അത് വേണ്ട എന്ന് പറയണം. നിങ്ങൾക്ക് ഈ വിഷയം കുലങ്കഷമായും ആധികാരികമായിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് ഉത്തരം യെസ് ആണ് എങ്കിൽ നിങ്ങൾക്ക് തുറന്നു പോവുകയും ചെയ്യാം. ഞങ്ങൾ പറയുന്നു, മനഃശാസ്ത്രപരമായിട്ടും ശാസ്ത്രീയമായിട്ടും തത്വജ്ഞാനപരമായിട്ടും പറയുന്നു, ഇത് 100% കറക്റ്റാണ്. അതിന് ഒരു അവധി വേണ്ട. മനസ്സിലായി? മറ്റൊന്ന് അതിദാരുണമാണ്. നമ്മുടെ കോടിക്കണക്കിന് രൂപ പ്രതിഭ ശമ്പളം പറ്റി പ്രവർത്തിക്കുന്ന സ്പെഷ്യൽ ബ്രാഞ്ചിന് എന്താണ് പണി കേരളത്തിൽ? ഞാൻ കേരള സ്റ്റേറ്റിൽ എടുക്കാം, മറ്റിപ്പോൾ എടുക്കുന്നില്ല. എന്താണ് സ്പെഷ്യൽ ബ്രാഞ്ചിന് പണി? ഇവിടെ മുഖത്ത് വന്നാണ്
അതായത് പണ്ട് ഒരു മുതലാളിയെ ഒരു ദളിത് യുവാവ് പറഞ്ഞു, ശരിക്കും ഞാൻ ഉണക്ക മൈരയെന്ന് വിളിക്കുന്നത്. മൈരെന്ന വാക്ക് അശ്ലീലമാണെങ്കിൽ വിളിക്കും. അതിനെ വിളിച്ചതില്ലേ, അത് ഞങ്ങളിപ്പോഴുള്ളവർക്ക് പറയേണ്ടി വരും. ഈ നിലക്ക് തുടർന്നാൽ ലൂലുവിനെ പോലുള്ളവരുടെ ലൈസൻസ് ക്യാൻസൽ ഇടുന്നു പറയേണ്ടി വരുന്നല്ലോ. പറഞ്ഞില്ല എന്തൊക്കെ അറിയോ, ഇന്നലെ ഏതാണ്ട് 3 മണി മുതൽ വൈകിട്ട് മുതൽ നേരെ വെളുപ്പം കാലം വരെ എറണാകുളം, പാലാരിട്ടം, കലൂരൊക്കെ കംപ്ലീറ്റ് ബ്ലോക്കായിരുന്നു. ദീർഘദൂര ബസ്സിൽ പോകാൻ പറ്റില്ല. കാരണം അറിയോ, 48 മണിക്കൂറായിട്ട് തുടർച്ചയായിട്ട് ലൂലു ഗ്രൂപ്പ് പകുതി വിലക്ക് കൊടുക്കുന്ന പറയാണ്. കേരളത്തിൽ വെളിയിൽ നിന്ന് പോലും ആൾക്കാർ വന്ന്. അതുകൊണ്ട് ഇങ്ങനെ തുടർന്ന് പോയാൽ ഈ ഇത്രയും വാഹനം വരുമ്പോൾ അത് എങ്ങനെ നിങ്ങൾ നിയന്ത്രിച്ചിരിക്കുന്നു, നിങ്ങൾ എന്താണ് സംവിധാനം എന്ന് ഏതെങ്കിലും പോലീസ് ഓഫീസറോ ഏതെങ്കിലും മറ്റ് ഇതര സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ചോദിച്ചിരുന്ന ലുലുവിനോട് നിങ്ങൾ ചിന്തിച്ചിരുന്നോ? സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് കൊടുത്തോ എസ് പിക്ക്, ഐ ജിക്ക്, അല്ലെങ്കിൽ മന്ത്രിക്ക്? എന്തിനാണ് പോയി നിങ്ങൾ സ്പെഷ്യൽ ബ്രാഞ്ചിൽ ഇരിക്കുന്നത്? നിങ്ങൾ 10 ആൾ കൂടിയ യോഗം കൂടി അവിടെ നിങ്ങൾ അന്വേഷിച്ച് റിപ്പോർട്ട്, രാഷ്ട്രീയ ഒരു പാർട്ടി മീറ്റിംഗ് ആണെങ്കിൽ 10 ആളുണ്ടെങ്കിൽ അത് പോയി റിപ്പോർട്ട് എടുത്ത് കൊടുക്കണമല്ലോ നിങ്ങൾ എസ് പിക്ക്, അല്ലെങ്കിൽ കമ്മീഷണർക്ക്, അല്ലെങ്കിൽ പോലീസിന്. നിങ്ങൾ എന്ത് അതുപോലെ ഇതുപോലെ അത് പകുതി വിലക്ക് സാധനം കൊടുക്കുന്നു പരസ്യം കൊടുത്ത്, കൂടാതെ അനൗൺസ്മെൻറ്റ് കൂടി എടുത്ത്, പരസ്യം കൂടാതെ അനൗൺസ്മെൻറ്റ് എടുത്ത്, അങ്ങനെ ആൾ മുഴുവൻ ഒഴുകി വന്ന്. അതുകൊണ്ട് പറഞ്ഞ് ഇങ്ങനെയാണ് എങ്കിൽ ഈ ഇവരൊക്കെ ലൈസൻസ് കൊടുക്കുക, ക്യാൻസൽ ചെയ്യണം. പക്ഷേ ലൂലുവിനെ അല്ലെങ്കിൽ ലൂലിനെ കുറിച്ച് ഞങ്ങൾക്ക് അല്ലെങ്കിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പിന്നെ എതിർക്കാതെ കാരണം ഒരു യൂസബിലി മാറ്റി അവിടെ വേറെ അതിനേക്കാൾ കള്ളൻ ബിസിനസ്സുകാർ വരും. അതുകൊണ്ടാണ് എതിർക്കാത്തത്. പക്ഷെ ഒരു കാര്യം പറയാം സർക്കാരോടും ഈ ലൂലു ഗ്രൂപ്പിനോടും, നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് രാത്രി 10 മണി മുതൽ വെളുപ്പിന് 4 മണി വരെയുള്ള സമയത്ത് ചെയ്യാവുള്ളൂ. സാധാരണ ഒരു പരിപാടി ഡേ ടൈമിൽ ചെയ്യരുത്. ഒള്ളി രാത്രി 10 മണി മുതൽ വെളുപ്പിന് 4 വരെ അല്ലെങ്കിൽ 5 വരെ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പരിധി ആശ്വാസം കിട്ടും. അല്ല ഇതുപോലെ തെമ്മാടത്തിൽ കാണിച്ചാൽ ഞങ്ങൾക്ക് അവിടെ നിന്ന് ആത്മഹൂതി ചെയ്യേണ്ടി വരും. ജീവനോട് പോട്ടെന്ന് വയ്ക്കും. ഇതുപോലെ ജനങ്ങളെ ഉപദ്രവിപ്പിക്കാവോ? എന്തൊരു തീവെട്ടിക്കൊള്ള ചെയ്തത്? ഒരു ഭരണകൂടം ഉണ്ടോ കേരളത്തിൽ? ഒരു വകുപ്പ് മന്ത്രി ഉണ്ടോ? നമ്മുടെ പോലീസ് ഉണ്ടോ? എന്താണ് ഇവരൊക്കെ പണി? എന്താണ് ഇവർക്ക് ജോലി? പ്രത്യേകിച്ച് സ്പെഷ്യൽ ബ്രാഞ്ച് കാവൽ നിലയമെന്നല്ലേ പോലീസ് കുറിച്ച് പറഞ്ഞത്. ഞാനിവിടെ എന്ന് പറഞ്ഞാൽ ഡൽഹിക്ക് റോയ്ക്കറിയാം. അത്ര രഹസ്യാന്വേഷണ വിഭാഗമാണ് നമ്മുടെ ഇന്ത്യക്ക്. റോ, റിസർച്ച് ആൻഡ് അനലിസ്റ്റ് വിങ്, അതാണ് ഏറ്റവും സൂപ്പർ. അത് പിന്നെ മറ്റു വല്ലതും ഉണ്ട് അങ്ങനത്തെ. അത് ഇവിടെയാണ് ഈ സ്പെഷ്യൽ ബ്രാഞ്ച് ഉണ്ട്. അല്ലാതെ വിജിലൻസ് ഉണ്ട്. എത്ര അതുണ്ട്. ഈ സ്പെഷ്യൽ ബ്രാഞ്ചൊക്കെ റിപ്പോർട്ട് കൊടുക്കണ്ടില്ലേ? അല്ലെങ്കിൽ അവർ ഭാവിയിൽ കാണണ്ടേ? ട്രാഫിക് പോലീസ് ഭാവിയിൽ കാണേണ്ടല്ലേ? എന്താണ് ഇവർ ഇത്രയും കോലാഹലം ചെയ്യുമ്പോൾ? സ്വാഭാവികമായിട്ട് അറിയാം ലൂലുവിനെ പോലെ ഒരു സ്ഥാപനം ഇങ്ങനെ 48 മണിക്കൂർ തുടർച്ചയായിട്ട് പകുതി വിലക്ക് കൊടുക്കുമ്പോൾ അറിയാം അത് വലിയ തിരക്കുണ്ടാവും. അറിയാം പണ്ട് ലൂലുവൊക്കെ സമയത്ത് എടപ്പള്ളിയിൽ ആ പാലം വരുമ്പോട്ട് മിക്കാറ് ദിവസം പ്രത്യേകിച്ച് ശനി ഞായറൊക്കെ ആണല്ലോ ഈ കലൂർ വരെയും ബ്ലോക്കായിട്ട് ഞാൻ അനുഭവപ്പെട്ടിട്ടുണ്ട്. അതിന് എടപ്പള്ളിയിൽ മറ്റേ പാലം വന്ന ചെറിയൊരു ആനുകൂല്യം വന്നത്. അപ്പോൾ വീണ്ടും അത് തുടങ്ങി. കാരണം ട്രാഫിക്കിൽ. അപ്പോൾ പോലീസ് അതിൽ ശ്രദ്ധിക്കണം. അത് പ്രത്യേകം പറയാണ്. അല്ല എന്ത് ചെയ്യണം പറയുന്ന ഇതാണ്, അങ്ങനെ ഒരു സ്പെഷ്യൽ ഉണ്ടെങ്കിൽ രാത്രി 10 മണി മുതൽ വൈകിട്ട് വെളുപ്പിന് 5 വരെ അല്ലെങ്കിൽ 4 വരെ അങ്ങനെ ഓഫർ ആ സമയത്ത് കൊടുക്കുള്ളൂ. അല്ലാത്ത തുടങ്ങിക്കോ, കുഴപ്പമില്ല. ഇതൊക്കെ എന്തൊരു ജനങ്ങളെ കുറിച്ച് യാതൊരു ചിന്തയില്ല. പോലീസിനില്ല, സർക്കാരിനില്ല, ലൂലുവിനും ഇല്ല. വലിയ പുണ്യം വിളമ്പാനുള്ള ലൂല് കോടികൾ സംഭാവന എടുക്കണ്ടല്ലോ. അതൊക്കെ ചെയ്തോട്ടെ, തെറ്റില്ലെന്നേ. പക്ഷെ ഇത് ശ്രദ്ധിക്കട്ടെ, ജനങ്ങൾ എന്തുമാത്രം കഷ്ടപ്പെട്ട്. കാക്കനാട് മുതൽ കലൂർ മുതൽ ആലുവ വരെയുള്ള സ്ഥലങ്ങൾ കംപ്ലീറ്റ് ബ്ലോക്കായിരുന്നു. വൈകിട്ട് 3 മുതൽ ഞാൻ മെട്രോയിലാണ് പോയത്. അതുകൊണ്ട് എനിക്കത് ബാധകമില്ല. അപ്പോൾ റിപ്പോർട്ട് ഇട്ടത് റോഡെല്ലാം ബ്ലോക്കാണ്, ലോങ് ട്രിപ്പ് പോകുന്ന സൂപ്പർ ഫാസ്റ്റ് പോകാൻ പറ്റില്ല എന്നൊക്കെയാണ്. അങ്ങനെ ആവർത്തിക്കരുത്. അതും ഒരു കാര്യം. മറ്റൊന്ന് ജനസംഖ്യ വർധനവ്. അതായത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ 1947 സ്വാതന്ത്ര്യം കിട്ടുന്നതിന് 35 കോടി ജനങ്ങളായിരുന്നു. അത് കേവലം 75 വർഷം കൊണ്ട് അത് 150 അടുത്തവരാണ്. അതിൽ 35:150 റൗണ്ട് അബൌട്ട്. അപ്പോൾ 4 ഇരട്ടി കൂടുതൽ വരുന്നുണ്ട്. അതിൻ്റെ കാരണം വെച്ചാൽ ജനസംഖ്യ പറഞ്ഞ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ആദ്യം നമ്മൾ പറഞ്ഞ് നമ്മൾ 2 നമുക്ക് 3 അത് പറ്റുന്നില്ല. പിന്നെ നമ്മൾ 2 നമുക്ക് 2 അതാണ് ഇപ്പം നിൽക്കുന്നത്. അത് ഞങ്ങൾ ഒരു ഇത് വെച്ച് വോയിസ് ഓഫ് ജസ്റ്റിസ് വെച്ച് നമ്മൾ 1 നമുക്കൊന്ന്. പക്ഷെ അത് വെച്ച് അപകടം എന്നറിയോ, ഒന്നാണെങ്കിൽ ഒരിക്കലും വളരില്ല, താഴെ പോകും. ഇപ്പോൾ ചൈനയിലും ജപ്പാനിലും കണ്ടുപോലെ
അത് നമ്മൾ പറയുന്നതാണ് നമുക്ക് രണ്ട് നമ്മൾ രണ്ട്, അത് ഓക്കെ ഒരാണ് രീതി. പക്ഷെ അതിൽ രണ്ടിൻ്റെ എന്താണ് 2, 4, 8, 16 അങ്ങനെ മൾട്ടിപ്പിൾ ചെയ്തുമാണ്. അങ്ങനെ മൾട്ടിപ്പിൾ ചെയ്തുകൊണ്ടാണ് ഈ 77 വർഷം കൊണ്ട് 4 ഇരട്ടി കൂടിയത്. അതിന് നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഉപദേശം അല്ലെങ്കിൽ ഒരു ഐഡിയ മൊയ്തീൻ ഷാഹി ഗ്രൂപ്പ് പറഞ്ഞുതരാം. വേണി നോട്ട് ചെയ്ത് വെച്ചോ. ഇന്നലെ 120 അത് ഏതാണ്ട് 2050 ആകുമ്പോഴേക്കും 1000 കൂടിയാവുമെന്ന് പറഞ്ഞത്. അവർക്കെല്ലാം വിഭവസംബന്ധമായ ഉണ്ടാക്കാനൊന്നും സാധിക്കുമെന്നില്ല. കാരണം ലോകം മുഴുവൻ ഒരാളുടെ കയ്യിലാണ് കുഴപ്പം. ഇത് ഓരോരുത്തർ കൈയെടുക്കല്ലേ. ഇപ്പോൾ എത്യോപ്യയിൽ വർഷങ്ങൾക്ക് മുമ്പ് 10 ലക്ഷം പേര് പട്ടിണിയിൽ മരിച്ചുപോയി. ആ സമയത്ത് അവിടെ ഉൽപ്പാദനത്തിൻ്റെ അവർ ബ്രിട്ടന് കിട്ടാൻ വേണ്ടി കംപ്ലീറ്റ് എന്ത് ചെയ്ത് കോഫി മാത്രം ഉണ്ടാക്കി. 80% സ്ഥലത്ത് കോഫി മാത്രം ഉണ്ടാക്കി. മറ്റ് ഗോതമ്പൊന്നും ഉണ്ടാക്കിയില്ല. അതുകൊണ്ട് ദാരിദ്ര്യം വന്ന് 10 ലക്ഷം പേര് പട്ടിണി എടുത്ത് വെച്ച് എത്യോപ്യയിൽ, അങ്ങനെ പല സ്ഥലത്തും. അതുകൊണ്ട് ചെയ്യാതെ ഒരു മാർഗ്ഗവിധാനം ഞങ്ങൾ വളരെ കുലങ്കഷമായി ചിന്തിച്ചാണ് ഇത് ഒരു മാർഗ്ഗവിധാനം നിങ്ങൾക്കോട് വീണ്ടും ഒന്നുകൂടി സ്റ്റഡി ചെയ്യാം. ഒന്ന്, ഇപ്പോൾ 2025 2030 മുതൽ 10 വർഷക്കാലം ഒരു കുട്ടികൾ മാത്രം, ജാതി മതം ഒന്നും നോക്കേണ്ടത് പറ്റില്ല. ആ ഒരു വർഷം പ്രസവിക്കുന്ന ചിലപ്പോൾ മണ്ടത്തെ നിങ്ങൾ ക്ഷമിക്കട്ടോ. ഞങ്ങൾ പറയുന്ന ഒരു വഴി വേറെ മാർഗ്ഗമൊന്നും കാണുന്നില്ല. ഒന്നായിക്കഴിഞ്ഞാൽ അപകടമാണ്, 2ആയാലും അപകടമാണ്. ഒന്നായി ഇല്ലാതെ പോകും, 2ആയി കൂടിപ്പോകും. അത് 2030 മുതൽ 2040 10 വർഷക്കാലം ഒരു സൂചനയാണ്. അത് നിങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ട് തെറ്റിട്ട് തിരുത്ത അല്ലെങ്കിൽ തള്ളിക്കളയാം. ഒറ്റ കുട്ടിയെ മാത്രം പ്രസവിക്കാം. 2030, 2030 വരും, 2040 വരും. അത് ജാതി മതമൊന്നുമില്ല, എല്ലാം മൊത്തത്തിൽ ഇതാണ്. അത് ഏത് മാസം ഏത് നിങ്ങൾക്കാണ് കൂട്ടിയോ. മറ്റൊന്ന് 2040, 2050 വരെയും 2 കുട്ടികൾ എന്ന് പറയുമ്പോൾ ഓരോ 10 വർഷം ഒരു കുട്ടിയും, ഓരോ 10 വർഷം 2 കുട്ടിയും. അപ്പോൾ എന്നാലും ഒരു ഈക്വലൈസേഷൻ, സമതുലിതാവസ്ഥ, ഏതാണ്ട് വർദ്ധനവ് ഉണ്ടാവില്ല. കാര്യമായിട്ട് ഒട്ടും താഴെ പോയില്ല. ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. വേറെ എന്തെങ്കിലും നിർദ്ദേശം ഉണ്ടെങ്കിൽ നിങ്ങൾ വെച്ചാൽ ഒരു കുഴപ്പമില്ല. അല്ല 2 എന്നുള്ളത് 1ആക്കി അപകടമാണത്. ഇപ്പോൾ ചൈനയിൽ കണ്ടത് ചില കുട്ടികളില്ലാതെ തലമുറ നിന്നുമാണ്, ജപ്പാനിൽ നിന്നുമാണ്, മറ്റ് പല രാജ്യങ്ങളിൽ നിന്നുമാണ്. അപ്പോൾ 1 എന്നുള്ളത് ഒരു പരിഹാരമല്ല. 2 ആകുമ്പോൾ അപകടം ഇതാണ്. 2, 4, 16, 8 അങ്ങനെ വർദ്ധിച്ചു പോകണം, മൾട്ടിപ്പിൾ ചെയ്ത് പോകണം, അതും അപകടമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു 10 വർഷം ഒരു കുട്ടിയാണെങ്കിൽ അടുത്ത 10 വർഷം അത് ആർക്കും കൊല്ലം ജനിക്കുന്നില്ല, 2 കുട്ടികളാകാം. അങ്ങനെ ഒരു ഇത് നല്ലതാണ് പറയും. ഇനി ഒരു കാര്യം കൂടി പറയും, നമ്മൾ നിർത്താൻ മുടത്തുകരം. അത് മറ്റൊന്നുമല്ല. ഇപ്പം നമ്മൾ വനിതാ സംവരണ ബില്ല് അന്ന് കൊട്ടിഘോഷ് കേന്ദ്രം കൊണ്ടുവന്നല്ലോ. ഇതുവരെ ഒരു അനക്കം ഉണ്ടായിട്ടില്ല. അന്ന് ഞങ്ങൾ പറഞ്ഞു, എന്താ പറഞ്ഞത്, ഈ വനിതാ സംവരണ ബില്ലിൻ്റെ ഈ നിയമം ആവശ്യമില്ല. ഓരോ രാഷ്ട്രീയ പാർട്ടി അവരുടെ സ്റ്റേറ്റ് കമ്മിറ്റിയിലോ അല്ലെങ്കിൽ ദേശീയ സമിതിയിലോ പറഞ്ഞാൽ മതി, ഇതേ ഞങ്ങളുടെ പാർട്ടി വരുന്ന തെരഞ്ഞെടുപ്പിൽ വനിതകൾക്ക് 30%, 40%, 50%, അതിന് കൂടാൻ പാടില്ല കൊടുക്കുമെന്ന് പറഞ്ഞാൽ അത് മതി. പിന്നെന്താ കുഴപ്പം? ഒരു നിയമവും ആവശ്യമില്ല, പാർട്ടി തീരുമാനിച്ചാൽ മതി. ചെയ്തോ? അങ്ങ് ചെയ്ത് ഇപ്പോൾ ഈ കഴിഞ്ഞ ഇലക്ഷനിൽ എത്ര സ്ത്രീകൾ കിട്ടിയത്? ഇത് ഇനി കിട്ടുന്നത് 31 പറ്റാണ്. അതിൻ്റെ നിയമം എന്നാൽ സെൻസസ് റിപ്പോർട്ടൊക്കെ അനുസരിച്ച് തട്ടിപ്പാണ്. അതുപോലെ ഇപ്പോൾ പറയുന്നു, ഇടതുപക്ഷം പറഞ്ഞ് 2 ടേമിൽ മത്സരിച്ച് ജയിച്ചവർക്ക് ചാൻസ് ഇല്ല എന്ന് പറഞ്ഞ് അത് അംഗീകരിക്കേണ്ട കാര്യം തന്നെയാണ്. അത് അനുവദനീയമാണ്, അത് നമ്മൾ സപ്പോർട്ട് ചെയ്യാണ്. ഇടതുപക്ഷം ആയതുകൊണ്ട് നന്മ പറഞ്ഞ് എതിർക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ മുന്നണി രാഷ്ട്രീയം നിൽക്കാത്തത്. ഞങ്ങളൊരു മുന്നണി നിന്നാൽ ആ മുന്നണി പറയുന്ന തെറ്റ് അംഗീകരിക്കണം, ഏത് മുന്നണി പറയുന്നത് ശരിയെ എതിർക്കണം. ഇത് രണ്ടും മനസാക്ഷി പറ്റില്ല, അതൊക്കെ തട്ടിപ്പുള്ളവർക്ക് പറ്റുള്ളൂ. അതുകൊണ്ടാണ് അത് അതുപോലെ ഇപ്പോൾ മുസ്ലിം ലീഗ് എന്താ പറഞ്ഞത്? 3 പേര്, അതും തിരുത്തണം എങ്കിലും പറയണം. അങ്ങനെ ചിന്തിച്ചില്ലോ. ഒരു ഭൂരിപക്ഷ പാർട്ടിയായ മുസ്ലിം ലീഗ് പോലും അങ്ങനെ ചിന്തിച്ചില്ലോ. പക്ഷെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മിണ്ടുന്നില്ല. ഇപ്പൊ ഒരു കാര്യം പറയാം, എത്ര പ്രാവശ്യം ജയിച്ച് മത്സരം ജയിച്ച ആളാണ് കെ മുരളീധരൻ. ആ കെ മുരളീധരൻ ഇപ്പോൾ തിരുവനന്തപുരത്ത് ശശി തരൂർ മാറാണെങ്കിൽ അവിടെ പാർലമെന്റ് സ്ഥാനാർത്ഥിയായിട്ട് മുരളീധരൻ്റെ വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഞാൻ മുരളീധരൻ യാതൊരു ഇഷ്ടം കൊണ്ടായിട്ടല്ല, മറ്റേതൊരു നേതാവിനെ പോലെ തന്നെ മാന്യനാണ്, ഒരു കുഴപ്പമൊന്നുമില്ല. പക്ഷെ അപ്പോൾ ചിന്ത പോകുന്നതാണ്, എന്തുകൊണ്ട് പുതിയൊരാളെ കണ്ടുപിടിക്കുന്നില്ല? ഇപ്പൊ സുരേഷ് ഗോപിയുടെ അച്ഛനാണ് കണക്കൽ നോക്കുന്നത്. സുരേഷ് ഗോപി ശ്രദ്ധിച്ചില്ല, അച്ഛൻ പെട്ടെന്ന് മരിച്ചുപോയി. സുരേഷ് ഗോപി തന്നെ പറഞ്ഞു, ഞാൻ വിഷമിച്ചു പോയിന്ന്.
അപ്പോൾ അച്ഛൻ നിൽക്കാതെ തന്നെ മക്കളെ കൊണ്ട് പണിയെടുപ്പിക്കണം. ഞാനൊക്കെ അങ്ങനെ ചെയ്തത്. എനിക്ക് കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് പിള്ളേരെ കൊണ്ട് സ്വന്തം ജീവിക്കുകയാണ്. അതൊക്കെ നമുക്ക് തിരുത്താൻ പറ്റുള്ളൂ. അതുപോലെ മുരളി തന്നെയല്ല, ഞാൻ മുരളിയല്ല ഏവർബി മുരളിയിലേക്ക് രാമനായാലോ, അതല്ല പുതിയ തലമുറ പുതിയ പുതിയ ആൾക്കാരെ വയ്ക്കണ്ടേ. 8ഉം 10ഉം പ്രാവശ്യം മത്സരിച്ച് ജയിച്ചവർക്ക് അത് അന്തസ്സായി പറയാണ്. ഉമ്മൻചാണ്ടി KC മാണിയൊക്കെ അല്ല 50 വർഷം ജയിച്ചവർ ആഘോഷിച്ചു. ഉമ്മൻചാണ്ടി ആലോചിച്ചില്ല ആഘോഷിക്കുന്നില്ല. ഞങ്ങൾ അന്ന് പറയും ഇനിയൊരു ആഘോഷം വന്നാൽ ഫ്ലെക്സ് ആളൊന്നും ചെയ്യാൻ പറ്റില്ല, ഫ്ലെക്സിൽ ചാണകം ഒഴിക്കും എന്ന് പറഞ്ഞു. എന്താ കാരണം? അവസ്ഥ എല്ലാവരും കേട്ടിട്ടുണ്ടേ. ഇപ്പം അതുകൊണ്ട് ഇത്രയും അധികം നിർണായകമായൊരു ഇലക്ഷൻ വരാൻ പോവാണ് കേരളത്തിൽ. UDFിൻ്റെ നിലനിൽപ്പിൻ്റെ വളരെ ഇതാണ്. എന്നിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസോ KPC പ്രസിഡന്റോ അതിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടുന്നില്ല. അതിങ്ങനെയാ 10ഉം 12ഉം നിൽക്കുന്നവർക്ക് വരാൻ നിൽക്കുകയാണ്. പാർലമെന്റ് പേർക്ക് തിരിച്ചു വരാൻ വേണം. 10-20 MP ഒരു MP CPM, ഒരെണ്ണം BJP, ബാക്കി 18 പേർക്കും ഇവിടെ വന്ന് മത്സരിച്ച് കഴിവെങ്കിൽ മന്ത്രിയാകാൻ ശ്രമിക്കുന്നത്. ഈ അധികാരമോഹികളെ തൂത്തെറുക്കി ചാണവെള്ളം തെളിക്കണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതിപ്പോൾ മാറി. ഇപ്പോൾ തെറ്റായിട്ട് ശരിയാകട്ടെ, പിണറായി സർക്കാർ ആൾക്കാരെ സംഭവിക്കുകയാണ്. ലീഗ് പറഞ്ഞു പഠിക്കും 3 അറ്റ്ലീസ്റ്റ് 3 പറയാൻ പറ്റില്ല. 3 പ്രാവശ്യം ജയിച്ചവർക്ക് ഇനി അവസരം കൊടുക്കരുത് പറയാനുള്ള ഒരു തൻ്റെയുടെ എന്താണ് ഈ രാഹുൽ കാണിക്കാത്തത്, ഗാർഗി കാണിക്കാത്തത്, ഈ KPCC കാണിക്കാത്തത്? ഇപ്പം അസന് 10-20 പ്രാവശ്യം അസന്, മറ്റവർക്ക് കൊടിക്കുന്ന് സുരേഷ്, ഇവർക്കെല്ലാം വേണം മാത്രമല്ല മന്ത്രിസ്ഥാനം കിട്ടണം. വേറൊരു അപകടം കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞ UDF നേതാക്കൾ പറയാം അഭ്യാസം വേഷങ്ങൾ എടുക്കരുത്. ഇപ്പം ഏതെങ്കിലും എന്താണ് ഇപ്പോൾ BJP പലരും കൊണ്ടത് സ്ഥാനാർത്ഥി എത്താൻ പോകണം, മന്ത്രിയാക്കാൻ പോകണം. നിങ്ങൾ കാര്യം മനസ്സിലാക്കണം. ഇപ്പം സന്ദീപ് വാര്യരെ കൊണ്ടുവന്ന് കോൺഗ്രസിൽ കൊണ്ടതല്ലോ, എന്ത് നേട്ടം പാലക്കാട് കിട്ടിയത്? ഒരു കാര്യം പറയാം, സന്ദീപ് വാര്യരുടെ വിഭാഗം എന്നാൽ വാര്യർ സമുദായം നോക്കുകയാണെങ്കിൽ വളരെ കുറച്ച് 10,000 പേരുണ്ട് കേരളത്തിൽ. ഈ നായർ ഇവിടുത്താണെങ്കിലും 9% ഉള്ളൂ. ആ 9% നായരിൽ 70% BJP വോട്ട് ചെയ്യുന്നവരാണ്, പ്രത്യേകിച്ച് വരുന്ന ഇലക്ഷനിൽ. അപ്പോൾ എത്ര വോട്ട് കിട്ടും നായർ വിഭാഗത്തിൽ നിന്ന്? ഞാൻ ഒന്ന് കണക്ക് പറഞ്ഞു, ഇതൊക്കെ വെറുതെ പറയുന്നല്ല. ഞങ്ങളുടെ പുറകിൽ ശക്തമായ ഒരു വിങ്ങുണ്ട്, പാർട്ടിയിലല്ല അത് രാജ്യസ്നേഹമുള്ളവർ. അവർ പറഞ്ഞ് 110 പേര് ചെയ്യുമ്പോഴാണ് ഒരു നായർ വോട്ട് കിട്ടുന്നത്. അതിനാണ് 5 നായർ നിങ്ങൾ മുഖ്യമന്ത്രിയെ കാണുന്നത്. അതും കണ്ടോ, സംഭവിച്ച കുഴപ്പമില്ല. പക്ഷേ അങ്ങനെ പലരും പ്രതീക്ഷിക്കുകയാണ്. എന്ത് ചെയ്താലും ജനസംഖ്യക്ക് ആനുപാതികമായിട്ട് 50 മുസ്ലിം സമുദായത്തിൽ കൊടുത്തില്ലെങ്കിൽ പ്രശ്നം വഷളാവും. ഇത്തവണ UDF തടിയേണ്ടി വരും. കാരണം ഈ വിഭാഗത്ത് കൊടുത്ത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ മുഖ്യമന്ത്രിയാക്കാൻ ശ്രമം എന്നൊക്കെ എന്നൊരു വാർത്ത കേട്ട് ചെയ്തല്ലേ. അത് മനസ്സിലാക്കണം. രാമചന്ദ്രൻ സാറിനൊന്നും നമുക്ക് യാതൊരു ഇഷ്ടവുമില്ല. അദ്ദേഹമൊക്കെ വ്യക്തിപരമായിട്ട് കുഴപ്പക്കാരനുമല്ല, അവർ അടിമക്കാരൊന്നുമില്ല. പക്ഷെ പറയുന്നത് കേൾക്കണം. അവർ ഒരുക്കുന്ന വിഭാഗമുണ്ട്, വിഭാഗം. ആ വിഭാഗത്തിൽ 90% വോട്ട് LDF പോവാണ് വരുന്ന ഇലക്ഷനിൽ, 26 ഇലക്ഷനിൽ. പിന്നെ നിങ്ങൾ എന്ത് മഹത്വം കണ്ടാണ് അവർക്ക് കൊടുക്കാന്ന് പറഞ്ഞത്? കൊടുത്താൽ മതിയോ? ജയിക്കണ്ടേ? ഇപ്പോൾ മുസ്ലിങ്ങളിൽ മാർക്സിസ്റ്റ് പാർട്ടി LDF കൂടുതൽ സ്ഥാനം കൊടുക്കും ഞങ്ങൾ പറയുന്നില്ല. കാരണം ഇന്ന് 26 ഇലക്ഷനിൽ മുസ്ലിം സമുദായത്തിൽ 5% പോലും, ആകെ മുസ്ലിങ്ങൾ 5% പോലും വോട്ട് കിട്ടില്ല. ആ നിരീശ്വരവാദികൾ കുറേ മുസ്ലിങ്ങൾ വോട്ടേ കിട്ടുള്ളൂ, ബാക്കി മുസ്ലിം ചെയ്യില്ല. കാരണം പ്രവൃത്തി ഇപ്പോൾ കണ്ടേ, ഇന്ന് നാളത്തെ അവധിയെക്കുറിച്ച് ചോദ്യം ഒരക്ഷരം പെടുന്നില്ലല്ലോ. ഇന്ന് ഞായറാഴ്ച അവധിയായിപ്പോയി, നാളെ ഒരു അവധി കൊടുക്കുക. തീരുമാനിച്ച മന്ത്രിസഭ ഇടതുപക്ഷം പിന്നെ എന്ത് മുസ്ലിം സ്നേഹം കാണിക്കുന്നത്? തട്ടിപ്പെടുക്കല്ലേ, വഞ്ചന കാണിക്കല്ലേ, നെറുകേട് കാണിക്കല്ലേ LDF. ഇതൊന്നും ഇനി പറ്റൂലെന്നേ. നിങ്ങൾ അങ്ങനെ ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പേടി കാലമൊന്നും ലോകത്ത് മുസ്ലിങ്ങൾക്കില്ല, കേരളത്തിൽ മുസ്ലിങ്ങൾക്ക്, ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്കില്ല. ഈ ഒറ്റ ചില സംഭവങ്ങൾ വടക്കേന്ത്യയിലിപ്പോൾ ഉണ്ടാകുന്നത് അത് സ്വാഭാവികമാണ്. അതിൽ കവിഞ്ഞൊരു ക്ഷീണമൊന്നും മുസ്ലിങ്ങൾക്ക് ലോകത്തോ എന്നല്ല, ഇന്ത്യയിലോ എന്നല്ല, കേരളത്തോ തട്ടില്ല. അതുപോലെ അങ്ങനെ എല്ലാവർക്കും വേണം, അല്ല ഒരു സമുദായം മാത്രമല്ല. മുസ്ലിങ്ങളുടെ കാര്യം പറയുമ്പോൾ എല്ലാ നിലക്കും ഒരു അവഗണന പണ്ടുകൊണ്ട് ഇപ്പോഴുണ്ട്. ആ അവഗണന ഇനി വേണ്ട. ജനസംഖ്യക്ക് ആനുപാതികമായിട്ട് അത് പുറത്തേക്കും. ഇപ്പം ഞങ്ങൾ ഈ വാർത്ത വന്നതിന് ശേഷം ഞങ്ങളുടെ ഗ്രൂപ്പിൽപ്പെട്ട ഒരു 100 കണക്കിന് ആൾക്കാർ ഒരു നിർദ്ദേശം വെച്ചു. ആ നിർദ്ദേശം കേൾക്ക് ബഹു രസമാണ്. അവർ പറഞ്ഞ നിർദ്ദേശം എന്നറിയോ? ഞങ്ങൾക്ക് ആ നിർദ്ദേശം ഉണ്ട്, പക്ഷെ ഞങ്ങൾ പറയുന്നില്ല, അവർ ജനങ്ങളുടെ അഭിപ്രായം പറയുന്നത്. അവർ പറഞ്ഞ് കേട്ടോ, രാഹുൽ ഗാന്ധിയും KPC പ്രസിഡന്റൊക്കെ 2 പ്രാവശ്യത്തിൽ കൂടുതൽ ജയിച്ച സ്ഥാനാർത്ഥികളെ UDF അല്ല, LDF അല്ല, BJP അവരെ ലീഗ് ആര് നിർത്തിയാലും അവരെ കരുതി കൂട്ടി തെരഞ്ഞു പിടിച്ച് വോട്ട് മറിച്ച് ചെയ്ത് അവർ തോൽപ്പിക്കും.
രണ്ടെന്നുള്ള എൽ ഡി എഫിന്, കോൺഗ്രസ് ലീഗാണെങ്കിൽ 3 അപ്പോൾ കോൺഗ്രസ് പറയട്ടെ 3 2 പറയട്ടെ. അപ്പോൾ കോൺഗ്രസ്സിൽ ലീഗിന് ഇനി കുഴപ്പമില്ല, അവർ 3 കൂടെ നിർത്തൂല, അപ്പോൾ ചില കേസ് സ്പെഷ്യൽ കേസ് ഉണ്ടാവുന്നുള്ളൂ. ഇനി കോൺഗ്രസ് ഉണ്ടാകത്ത് കോൺഗ്രസിൻ്റെ സംബന്ധിച്ച് യു ഡി എഫിനെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് അവർ പറഞ്ഞ ഐഡിയ ഇതാണ്: നിങ്ങൾ യു ഡി എഫിൽ 3, 4, 5 പ്രാവശ്യം ജയിച്ചവർ മത്സരിക്കുകയാണെങ്കിൽ ആ ആൾ ആരായാലും അവരെ തോൽപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ഏത് സ്ഥാനത്തേക്ക് വോട്ടണം, ഏത് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണം. അത് എൽ ഡി എഫിലും കുഴപ്പമില്ല, ബി ജെ പി ജയിച്ചു വരുന്നില്ല, എൽ ഡി കുഴപ്പമില്ല, അവിടെ വോട്ട് മറിച്ച് ചെയ്യും. നിങ്ങൾ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിലെ 40% വരെ മുസ്ലിം സമുദായത്തിൻ്റെ വോട്ട് കരുതി കൂട്ടി മറിച്ച് ചെയ്യും. അത് ദുഷ്ടത്തരം കൊണ്ടല്ല, എല്ലാവർക്കും അവസരം കിട്ടണം. പണ്ട് EMS പറഞ്ഞ് എടുത്ത് കയറിക്ക് എല്ലാവർക്കും മുഖ്യമന്ത്രിയാകുന്നത്. അതുപോലെ എല്ലാ ആൾക്കാർക്കും, എല്ലാ വിഭാഗം ആൾക്കാർക്കും അവസരം കിട്ടണ്ടേ? 10 പ്രാവശ്യം നിന്ന് ജനങ്ങളെ വഞ്ചന ചെയ്ത് ആഘോഷിച്ചവരെ അതൊരു കഴിവായി കണക്കാക്കാണ്, അതൊരു ആഘോഷമായിട്ട് കണക്കാക്കാണ്. മറ്റുള്ളൊരു അവസരമാണ് ഞാൻ കൈയെടുത്ത് മനസ്സിലാക്കാതെ അത് എൻ്റെ കഴിവായി കണക്കാക്കിയിട്ട് അതൊരു കഴിവായിട്ട് കണക്കാക്കിയിട്ട് ആഘോഷിച്ച് നടക്കാണ്. ഇതിനേക്കാൾ വലിയ തെമ്മഴത്ത് പേരുണ്ടോ? ബഹുമാന്യായ വോട്ടർമാർ, ജാതി മതവും ഇല്ലാതെ നോക്കുന്ന വോട്ടർമാർ. നിങ്ങൾ ആലോചിക്കുക, ഈ ഇതിന് പ്രവർത്തിക്കുക എല്ലാവർക്കും അവസരം കിട്ടണ്ടേ? അതിൽ 2 ടീം ഓക്കെ, ലീഗ് 3 പറഞ്ഞപ്പോൾ അടുത്ത പ്രാവശ്യം 3, ഇപ്രാവശ്യം 3 പറഞ്ഞാൽ അടുത്ത പ്രാവശ്യം 2 ആയി പോകുന്നത്. അതിൽ മുനീർ കൊടുക്കാം. എന്തിനു മുനീർ കൊടുക്കണം? കുഞ്ഞാലിക്കുട്ടി മാത്രം വേണമെങ്കിൽ ഒരു ചാൻസ് കൊടുക്കാം. കാരണം അദ്ദേഹം അതിൻ്റെ ഇപ്പോഴത്തെ ഒരു തങ്ങളുണ്ടെങ്കിൽ ലീഡർ തങ്ങൾക്ക് കൂടി കൂടെ പ്രസിഡന്റ് തങ്ങൾക്ക് കൂടി പകരം കുഞ്ഞാലിക്കുട്ടി കൊടുക്കാം. മുനീറിനോട് കൊടുക്കാം. അത് പുള്ളിക്ക് സുഖമില്ല. മറ്റൊന്ന് എന്ത് പുള്ളിയുടെ എന്ത് സേവനം ചെയ്യാനുള്ളത്? സേവനം ചെയ്യണമെങ്കിൽ പാർട്ടി ഉണ്ടല്ലോ, പാർട്ടിയിൽ ഭാരവാഹിത്തകട്ടെ. അതുപോലെ പിണറായി സഖാവ് ഒരാൾക്ക് അവസരം കൊടുത്തു, ബാക്കി ആർക്ക് കൊടുത്തില്ല. അതുപോലെ കോൺഗ്രസ്സിൽ ഒരാൾക്ക് കൊടുക്കാം. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി നിങ്ങൾ നിശ്ചയിക്കുന്ന ആളാരാണോ ഈ 5 നായന്മാർ ആരായാലും കുഴപ്പമില്ല, ആ 5 പേരിൽ ഒരാൾ വെച്ച് ബാക്കി ആർക്ക് കൊടുക്കരുത്. അതാണ് മുരളീധരൻ്റെ കാര്യം. എല്ലാം മുരളി, വേറെ ആർക്കും വേണ്ടേ? തിരുവനന്തപുരത്ത് മത്സരിക്കുമ്പോൾ ആരുമില്ലേ? അങ്ങനെ ആരും ഇല്ലായത് എന്താ കുഴപ്പമോ? അവസാനം ഈ മുരളി അങ്ങോട്ട് മനുഷ്യൻ മരിച്ചു, പിന്നെ ആരും ഇല്ലാവില്ല സ്ഥാനാർത്ഥിയായിട്ട്. അതുകൊണ്ട് മുരളിയൊക്കെ ജീവിച്ചിരിക്കാതെ അടുത്ത തലമുറയെ വളർത്തി കൊണ്ടു കൊടുക്കണം, അവർക്ക് അവസരം കൊടുക്കണം. എന്നിട്ട് ഇവർ പുറകിൽ നിന്ന് പ്രവർത്തിച്ച് അവർ ജീവിപ്പിക്കാൻ നോക്കണം. അതാണ് മാന്യത, അതാണ് ധാർമ്മികത, അതാണ് സത്യം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയ നിർദ്ദേശം എന്നറിയോ? അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ആ സ്ഥാനാർത്ഥി UDF ആയാലും വേണ്ടില്ല, അവരെ തോൽപ്പിച്ച് LDF ജയിപ്പിക്കണം. വേറെ 2 മുന്നണി ഉള്ളൂ ഇവിടെ. 3ാമത്തെ മുന്നണിക്ക് പ്രസക്തി ആയിട്ടില്ലല്ലോ. അത് പാകം തകർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് പുതിയ BJP സംബന്ധിച്ച് എനിക്ക് സങ്കടം തോന്നുന്നത്, പുതിയ ആളെ ശേഷമുള്ള പാർട്ടി ഇപ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥയാണ്. വളരെ പ്രതിസന്ധിയാണ് നേരിടുന്നത്. അതറിയില്ലത് അങ്ങനെ കിടക്കുക. അപ്പോൾ ഒരു കാര്യം പറയുന്നത്, ഇതുപോലുള്ള കാര്യങ്ങൾ മാന്യമായിട്ടും നിങ്ങൾ വളരെ കുലങ്കഷമായി ചിന്തിച്ച് 2 പ്രാവശ്യം ജയിച്ച് ആർക്ക് കഴിയുന്ന അവസരം കൊടുക്കരുത്. അഥവാ ചില പ്രത്യേക കേസ് ഉണ്ടെങ്കിൽ അത് വിവേചനാധികാരം ഉപയോഗിച്ച് ഒരു ബാങ്ക് മാനേജർക്ക് ചില വിവേചനാധികാരം ഉപയോഗിച്ച് ചില അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം. അതുപോലെ ചില അഡ്ജസ്റ്റ് KPC പ്രസിഡന്റ് ചെയ്യാം, അല്ലെങ്കിൽ ദേശീയ പ്രസിഡന്റ് ചെയ്യാം. അത് ശീലമായിരിക്കരുത്, ഒരു രീതി ആയിരിക്കരുത്. ഇങ്ങനെയൊക്കെ കണക്കൂട്ടി മുന്നോട്ട് പോയാൽ മാത്രമേ UDF ഭരണത്തിൽ കയറാൻ പറ്റുള്ളൂ. അല്ലാതെ വേഷം കെട്ടും അഭ്യാസം എടുത്തിട്ട് ഒരു കാര്യമില്ല. എല്ലാം ഞങ്ങൾ ഇതിനുവേണ്ടി മാത്രം ജനിച്ചവരാണെന്നുള്ള ചിന്തയൊക്കെ മാറ്റിവെക്കുക. ഒരു കാരണം ജനങ്ങൾ അത്ര കണ്ട് വയലൻ്റല്ല, അത്ര കണ്ട് വെറിയഡാണ്. എന്താ പറയുക, ഈ അവസരം കിട്ടിയവർക്ക് മാത്രം ബാക്കി കിട്ടാതിരിക്കുന്നതിൽ അവർക്കും വെറിയഡാണ്. ഈ പാർട്ടി പ്രവർത്തകർക്ക് ബുദ്ധിമുട്ടുണ്ട്, എല്ലാം ഉണ്ട്. അതാണ് സത്യം. അതുകൊണ്ട് ഞാൻ പറയാൻ നിർത്താണ്, 2 പ്രാവശ്യത്തിൽ കൂടുതൽ മത്സരിച്ച ഒരാൾക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവസരം കൊടുക്കരുത്. പിന്നെ ഇതുപോലെ പ്രതിപക്ഷ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണെങ്കിൽ അവർക്ക് ഒരാൾക്ക് കൊടുക്കാം, കുഴപ്പമില്ല. അതിപ്പോൾ പിണറായി സഖാവിന് കൊടുത്തോലെ അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.